ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഒരു പവർ ബാങ്കിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബോട്ടിൻ്റെ പവർ ബാങ്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ബോട്ടിൻ്റെ എനർജി സ്ട്രോം PB300 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ MAH വരുന്നത് 10,000 10,000 MAH പവർ വരുന്ന പവർ ബാങ്കാണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് 2-way 22.5 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്, ഫാസ്റ്റ് ചാർജിങ് ആണ് പവർ ബാങ്ക്. അതേപോലെ തന്നെ 12 ഇയർ സ്മാർട്ട് IC പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ബോക്സ് നേരെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു ഇതിൻ്റെ ഉള്ളിൽ ഇത് വേറെ സെപ്പറേറ്റ് ഒരു ബോക്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ ഈ ഒരു അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡി വന്നിട്ട് മെറ്റൽ ബോഡിയാണ്. അതേപോലെ തന്നെ അലൂമിനിയം കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു ക്യൂട്ട്നെസ്സിൽ തന്നെയാണ് നമ്മളെ ഇതിൻ്റെ പവർ ബാങ്ക് കാണാനൊക്കെ അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബോക്സിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. ഒരു C ടൈപ്പ് കേബിളാണ്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഒരു കാറ്റലോഗ്സ്, ഒരു താങ്ക് യു ഒരു ലോക്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് 1 ഇയർ ആണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് വാറൻറ്റി വന്നത്. പിന്നെ ഒരു യൂസർ മാനുവലും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പവർ ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് ലിഥിയം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ പോർട്ട് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ 4 പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൈക്രോ USB പോർട്ട്, അതേപോലെ തന്നെ ടൈപ്പ് C പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ USB പോർട്ട്, 2 USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 20.5 വാട്ട് 2-way ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പം അതിൻ്റെ LED ഇൻഡിക്കേറ്റർ, നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് ബട്ടൺ, LED ഇൻഡിക്കേറ്റർ, ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, ചാർജിങ് ടൈമിന് ബ്ലിങ്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ, LED കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 255 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പറഞ്ഞല്ലോ അത് 12 ലെയർ, അതായത് നമ്മളെ സ്മാർട്ട് IC പ്രൊട്ടക്ഷന് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട്, അതേപോലെ തന്നെ ഓവർ ഹീറ്റിങ്ങിൽ ബ്ലാസ്റ്റ് ആവുക അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ടിങ് ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെ പാസ് ത്രൂ ചാർജിങ് ആണ്. 1 ടൈമിൽ നമുക്ക് നമ്മുടെ ഫോണും, അതായത് പവർ ബാങ്ക് ചാർജ് ചെയ്യുന്ന ടൈമിങ്ങിൽ തന്നെ നമുക്ക് ഫോൺ പവർ ബാങ്കിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് iOSലെല്ലാം ഇത് iOS ഫോണുകളെല്ലാം അതിൽ സപ്പോർട്ടിംഗ് ആണ്. ഈ സെയിം ഫീച്ചറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ 20,000 mAhൻ്റെ ബാറ്ററി അവൈലബിൾ ആണ്. PB400 എന്ന് പറഞ്ഞൊരു മോഡലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് 20,000 mAh ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ ആവശ്യം ഇവിടെ 10,000 ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ അത് ഹോൾഡ് ചെയ്ത് കൊണ്ടെടുക്കാനൊക്കെ അത്യാവശ്യം ഈസിയാണ്. മറ്റേതാകുമ്പോൾ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. അതേപോലെ തന്നെ തിക്നെസ്സിലൊക്കെ ചെറിയൊരു ഡിഫറൻറ്റ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോഴുള്ള പർച്ചേസ് എന്ന് പറയുമ്പോൾ
ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം നമ്മളെ ഫ്ലിപ്കാർട്ടിലൊക്കെ 1198 ആണ് 198 ആണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് ചില ടൈമിലൊക്കെ ചിലപ്പം കുറയാനും കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ 10,000 mAh പവർ ബാങ്കിൻ്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ആയിട്ടുള്ളത്. വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ സൈസ് ആകുമ്പോൾ മറ്റൊരു മൊബൈലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒരു മൊബൈലും പവർ ബാങ്കും ഹോൾഡ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഈസി തന്നെയാണ്. നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ കൊടുക്കുക. ഇതിൻ്റെ 10,000ഉം 20,000ഉം കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ലൈക്ക് കാര്യങ്ങൾ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക്